പഴയ കേരളത്തിലെ ഏത് തറവാടിന്റെ പൂമുഖത്ത് ചെന്നാലും അവിടെ ഒരു വാൽക്കിണ്ടി കാണാമായിരുന്നു. പുറത്തുനിന്നും വരുന്നവർ കാലും മുഖവും കഴുകാൻ ഉപയോഗിച്ചിരുന്ന ഈ കിണ്ടി പലപ്പോഴും ഓടുകൊണ്ടോ ചെമ്പുകൊണ്ടോ ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. കാലക്രമേണ അതൊരു വെറും ആചാരമായി മാറിയെങ്കിലും ആ കിണ്ടിക്ക് പിന്നിൽ മൈക്രോബയോളജിയിലെ വലിയൊരു സയൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്കറിയാം, പണ്ടുകാലത്ത് ആളുകൾ കൂടുതലും ചെളിയിലും പാടങ്ങളിലുമായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കാലുകളിലൂടെ ബാക്ടീരിയകളും ഫംഗസുകളും വീട്ടിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഇവിടെയാണ് കിണ്ടിയുടെ സയൻസ് പ്രവർത്തിക്കുന്നത്. ചെമ്പും ഓടും പോലെയുള്ള ലോഹങ്ങൾക്ക് ഒലിഗോഡൈനാമിക് ഇഫക്റ്റ് എന്നൊരു പ്രത്യേക കഴിവുണ്ട്. ഈ ലോഹങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുമ്പോൾ അതിലെ സൂക്ഷ്മമായ മെറ്റാലിക് അയോണുകൾ വെള്ളത്തിൽ കലരുകയും ബാക്ടീരിയകളെയും മറ്റു സൂക്ഷ്മജീവികളെയും നശിപ്പിക്കുകയും ചെയ്യും. അതായത് ആ വാൽക്കിണ്ടി വെറുമൊരു പാത്രമായിരുന്നില്ല, അതൊരു നാച്ചുറൽ സാനിറ്റൈസർ കൂടിയായിരുന്നു. കിണ്ടിയുടെ ഡിസൈൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ പാത്രത്തിൽ നിന്ന് വെള്ളം കോരിയെടുക്കുമ്പോൾ പലരുടെയും കൈകൾ അതിൽ മുട്ടുകയും വെള്ളം അശുദ്ധമാവുകയും ചെയ്യും. എന്നാൽ കിണ്ടിയുടെ വാലിലൂടെ വെള്ളം വരുമ്പോൾ ഒരാളുടെ അഴുക്ക് മറ്റൊരാളിലേക്ക് പകരുന്നില്ല. ഇന്നത്തെ കാലത്തെ സെൻസർ ടാപ്പുകളുടെ അതേ ലോജിക്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ കിണ്ടി ഡിസൈൻ ചെയ്ത നമ്മുടെ പൂർവികർക്ക് ബാക്ടീരിയയെക്കുറിച്ചോ അയോണുകളെക്കുറിച്ചോ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്കെല്ലാം അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. തലമുറകളിലൂടെയുള്ള നിരീക്ഷണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ചെമ്പിലെ വെള്ളം ഉപയോഗിക്കുമ്പോൾ അസുഖങ്ങൾ കുറയുന്നുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. കാരണമറിയാതെ തന്നെ അവർ പിന്തുടർന്ന ആ പ്രായോഗിക ശീലത്തെ ഇന്നത്തെ ശാസ്ത്രം ശരിവെക്കുന്നു എന്ന് മാത്രം. കിണ്ടിക്ക് വെള്ളത്തിലെ ബാക്ടീരിയകളെയും ഫംഗസുകളെയും കൊല്ലാനുള്ള കഴിവുണ്ടെങ്കിലും ഇന്നത്തെ പൈപ്പ് വെള്ളത്തിൽ വരുന്ന രാസമാലിന്യങ്ങൾ, മൈക്രോപ്ലാസ്റ്റിക്, ലെഡ് പോലെയുള്ളവയെ ഇല്ലാതാക്കാൻ ഇതിന് കഴിയില്ല. കൂടാതെ കൃത്യമായി പുളിയോ നാരങ്ങയോ ഉപയോഗിച്ച് തേച്ച് കഴുകിയില്ലെങ്കിൽ ചെമ്പിലും ഓടിലും പച്ച നിറത്തിലുള്ള ക്ലാവ് പിടിക്കും. ക്ലാവ് പിടിച്ച പാത്രത്തിലെ വെള്ളം ശരീരത്തിന് ഗുണത്തേക്കാളേറെ ദോഷമാണ്. കൃത്യമായി പറഞ്ഞാൽ അത് വിഷമാണ്. അതുപോലെ തന്നെ ഈ പാത്രത്തിലെ വെള്ളം അമിതമായി കുടിക്കുന്നത് ശരീരത്തിൽ കോപ്പറിന്റെ അളവ് കൂട്ടി കോപ്പർ ടോക്സിസിറ്റി എന്ന അവസ്ഥയിലേക്കും നയിക്കാം. അതുകൊണ്ട് ഒരു മോഡേൺ വാട്ടർ പ്യൂരിഫയറിനു പകരമായി ഇന്ന് കിണ്ടിയെ കാണാൻ കഴിയില്ല. പഴയകാലത്തെ ആ ശീലങ്ങളും അവരുടെ നിരീക്ഷണ പാടവവും തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്നാൽ ആ അറിവുകളെ കണ്ണടച്ച അന്ധവിശ്വാസമായി കൊണ്ടുനടക്കുന്നതിനു പകരം അതിലെ ശാസ്ത്രം മനസ്സിലാക്കി ഇന്നത്തെ ജീവിതശൈലിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥ ബുദ്ധി. പാരമ്പര്യവും ശാസ്ത്രവും തമ്മിലുള്ള ഈ കൃത്യമായ ബാലൻസാണ് നമുക്ക് വേണ്ടത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?